മുഖ്യമന്ത്രി പിണറായി വിജയനെ പടിക്ക് പുറത്താക്കുമോ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും CPMന്റെ തലമുതിർന്ന സഖാക്കളും? ഏതായാലും കോടിയേരിയുടെ കുടുംബം വരും ദിവസങ്ങളിൽ എന്തെങ്കിലുമൊക്കെ വെട്ടിത്തുറന്ന് പറയുമോ? ഇപ്പോൾ തന്നെ CPM സമ്മേളനങ്ങളിൽ പൊരിഞ്ഞ അടിയാണ്. ഇതിനിടയിൽ മുഖ്യമന്ത്രിയുടെ മരുമകൻ കൂടിയായ മുഹമ്മദ് റിയാസിന് നേരെയും അൻവർ ചൂണ്ടുവിരൽ ഉയർത്തിയോടെ വരും ദിവസങ്ങളിൽ പൊരിഞ്ഞ പോരാട്ടം ഉറപ്പായി. കോടിയേരിയോട് അനാദരം കാണിച്ചു. CPM സമ്മേളനങ്ങളിൽ ഈ വിഷയം സജീവ ചർച്ചയാകുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിരോധത്തിലാകും. മുഖ്യമന്ത്രിക്കും കുടുംബത്തിനും വിദേശത്ത് പോകാൻ വേണ്ടി വിലാപയാത്ര ഉപേക്ഷിച്ചെന്നുള്ള ആരോപണം ചർച്ചയാവുകയാണ്. കോടിയേരിയുടെ 2ാം ചരമവാർഷിക ദിനം അടുത്ത ചൊവ്വാഴ്ചയാണ്. മുൻ സംസ്ഥാന സെക്രട്ടറിയും പോളിറ്റ് ബ്യൂറോ അംഗവുമായിരുന്ന കോടിയേരി ബാലകൃഷ്ണന് മരണാനന്തരം അർഹമായ ആദരം നൽകിയെന്ന ചോദ്യം CPM സമ്മേളന ചർച്ചകളിലേക്ക്. കോടിയേരിയുടെ വേർപാടിന് ശേഷം നടക്കുന്ന ആദ്യ സമ്മേളനങ്ങളിൽ ഇത് ചർച്ചയാകണമെന്ന് ലക്ഷ്യമിട്ടാണ് PV അൻവർ MLA വിഷയം എടുത്തിട്ടതെന്നാണ് വിലയിരുത്തൽ. കോടിയേരിയുടെ 2ാം ചരമവാർഷിക ദിനം അടുത്ത ചൊവ്വാഴ്ച നടക്കാനിരിക്കെ ഈ ചർച്ചകൾ പ്രതിരോധിക്കാനുള്ള ശ്രമത്തിലാണ് CPM നേതൃത്വം. മുഖ്യമന്ത്രി പിണറായി വിജയനും കുടുംബത്തിനും വിദേശ പര്യടനത്തിന് പോകാനുള്ളതിനാൽ കോടിയേരിക്ക് അർഹമായ വിധത്തിലുള്ള വിലാപയാത്ര ഒഴിവാക്കി സംസ്കാരം ധൃതിപ്പെട്ട് നടത്തിയെന്ന വികാരം CPMലുണ്ടെന്നാണ് അൻവർ വെളിപ്പെടുത്തിയത്. ഈ അഭിപ്രായം കോടിയേരി അന്തരിച്ച സമയത്ത് ഉയർന്നിരുന്നെങ്കിലും കാര്യമായി ചർച്ച ചെയ്യപ്പെട്ടില്ല. ആഭ്യന്തര വകുപ്പിനെതിരെയും പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്കെതിരെയും അതുവഴി മുഖ്യമന്ത്രിക്കെതിരെയും ഉയർത്തിയ ആരോപണങ്ങൾക്ക് മൂർച്ച കൂട്ടാനാണ് അൻവറിന്റെ ശ്രമം. അൻവർ ഉയർത്തിവിട്ട വിഷയങ്ങളിൽ നിന്നും വിവാദങ്ങളിൽ നിന്നും മുഖ്യമന്ത്രിയെയും P ശശിയെയും രക്ഷപ്പെടുത്തിയെടുക്കാൻ CPM നേതൃത്വം കിണഞ്ഞ് ശ്രമിക്കുന്നുണ്ടെങ്കിലും എത്ര നാൾ ഇങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയുമെന്നറിയില്ല. സാധാരണക്കാരായ പാർട്ടി പ്രവർത്തകർ അൻവറിന്റെ വെളിപ്പെടുത്തലുകളെ പിന്തുണയ്ക്കുന്നതാണ് വെല്ലുവിളി. പാർട്ടി സംസ്ഥാന കമ്മിറ്റിയുടെ ഫേസ്ബുക്ക് പേജിൽ പോലും അവർ തങ്ങളുടെ വികാരം പ്രകടിപ്പിക്കുന്നുണ്ട്. എന്നാൽ അൻവർ പറയുന്നതൊന്നും സാധാരണ പാർട്ടി പ്രവർത്തകരുടെ പ്രശ്നങ്ങളല്ല എന്ന നിലപാടാണ് നേതൃത്വം സ്വീകരിക്കുന്നത്. ഈ വൈരുദ്ധ്യം സമ്മേളനങ്ങളിലും പ്രകടമായാൽ രൂക്ഷമായ വിമർശനം മുഖ്യമന്ത്രിക്കും ശശിക്കുമെതിരെ ഉയർന്നേക്കാം. ആരോപണ വിധേയരെ സംരക്ഷിക്കാൻ മുതിർന്നാൽ പാർട്ടിയിൽ നേതാക്കളെ ഉണ്ടാകൂ, അണികൾ ഉണ്ടാകില്ലെന്ന സന്ദേശമാണ് അൻവർ നൽകിയത്. PV അൻവറിന്റെ ആരോപണങ്ങൾക്ക് കേരളത്തിൽ മറുപടി നൽകാതെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഡൽഹിയിലെത്തിയത്. എന്നാൽ പോളിറ്റ് ബ്യൂറോ യോഗത്തിനായി കേരള ഹൌസിൽ നിന്ന് AKG ഭവനിലേക്ക് ഇറങ്ങിയപ്പോൾ ചാനൽ മൈക്കുകൾക്ക് മുന്നിൽ നിന്ന് ഏതാനും മിനിറ്റ് പ്രസ്താവന നടത്തി. അൻവറിന്റെ ആരോപണം പാർട്ടിക്കും LDFനും സർക്കാരിനും എതിരെയാണ് എന്ന വിലയിരുത്തലാണ് പിണറായി അവതരിപ്പിച്ചത്. അൻവറിന്റെ യഥാർത്ഥ ഉന്നം മുഖ്യമന്ത്രി തന്നെയാണെന്ന പാർട്ടി നേതൃനിരയിലെ ചിലർ തന്നെ പരസ്യ പ്രസ്താവന നടത്തിയതിന് പിന്നാലെയാണ് പിണറായിയുടെ വിശകലനം ഉണ്ടായതെന്നുള്ളതും ചർച്ച ചെയ്തിരിക്കുകയാണ് മാധ്യമങ്ങൾ. ആരോപണങ്ങളെ നേരിടാനുള്ള ബാധ്യത പാർട്ടി മാത്രമല്ല LDFനെയും കൂടി ഏൽപ്പിച്ചിരിക്കുകയാണ് പിണറായി വിജയൻ. എന്നാൽ ആരോപണങ്ങൾക്ക് പിന്നീടൊരു ഘട്ടത്തിൽ വിശദമായി മറുപടി പറയുമെന്ന് കൂട്ടിച്ചേർക്കുകയും ചെയ്തു. പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ നടത്തുന്ന വാർത്താ സമ്മേളനത്തിൽ ഉൾപ്പെടെ തൽക്കാലം എങ്ങനെ പ്രതികരിക്കണമെന്ന നിർദ്ദേശം പോലെയായി മുഖ്യമന്ത്രിയുടെ പരാമർശങ്ങൾ. വർഷങ്ങളായി CPMനോട് ചേർന്ന് നിൽക്കുന്ന സ്വതന്ത്രർ നടത്തുന്ന പടയൊരുക്കം മലബാറിലെ രാഷ്ട്രീയ സമവാക്യങ്ങൾ മാറ്റിമറിക്കാനുള്ള സാധ്യത കൂടുതലാണ്. CPMനോട് യുദ്ധപ്രഖ്യാപനം നടത്തിയ PV അൻവർ പാർട്ടി രൂപീകരിക്കുമെന്ന സൂചന നൽകിയതോടെ അത്തരമൊരു ചർച്ച സജീവമായി. ലീഗിനോട് പിണങ്ങി ഇടത് ചേരിയിലെത്തി CPM സ്വതന്ത്രരായി നിലകൊള്ളുന്നവർ അൻവറുമായി കൈകോർക്കുമോ എന്നാണ് അറിയേണ്ടത്. ലീഗിൽ നിന്നെത്തി CPMുമായി സഹകരിക്കുന്ന നേതാക്കളുടെ പൊതുവേദി രൂപീകരിക്കാൻ നേരത്തെ ശ്രമം നടന്നിരുന്നെങ്കിലും മുന്നോട്ട് പോയില്ല. പുതിയ സാഹചര്യത്തിൽ അത്തരം കൂട്ടായ്മ രൂപപ്പെടാനുള്ള സാധ്യത തള്ളാനാകില്ല. ആദ്യം പൊതു കൂട്ടായ്മ, പിന്നീട് രാഷ്ട്രീയ പാർട്ടി എന്ന രീതിയിൽ ചുവടുവയ്ക്കാനായിരിക്കും അൻവറിന്റെ ശ്രമം. മലബാറിൽ പ്രത്യേകിച്ചും മലപ്പുറത്ത് പല മണ്ഡലങ്ങളും ജയിക്കാൻ CPMന് തുണയാകുന്നത് സ്വതന്ത്രരുടെ വ്യക്തിപ്രഭാവം കൂടിയാണ്. നിലമ്പൂരിൽ അൻവറും തവനൂരിൽ ജലീലും താനൂരിൽ V അബ്ദുറഹ്മാനുമെല്ലാം ജയിച്ചു കയറുന്നത് പാർട്ടി വോട്ടിലുപരി വ്യക്തിപ്രഭാവത്തിലാണ്. CPM ചിഹ്നത്തിൽ സ്ഥാനാർത്ഥിയെ നിർത്തുമ്പോൾ വോട്ട് വിഹിതം ഗണ്യമായി കുറയുന്നത് ഇതിന്റെ തെളിവാണ്. അൻവറിനെതിരെ CPM നേതാക്കന്മാർ പ്രതികരണവുമായി രംഗത്തിറങ്ങിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ പ്രതികരിച്ചിരുന്നു. ഇപ്പോൾ AA റഹീമും അൻവറിനെതിരെ ചോദ്യങ്ങളുമായി രംഗത്ത് വന്നിട്ടുണ്ട്. അൻവർ ഈ പാർട്ടിക്ക് വേണ്ടി പ്രതിയായ ഒരു കേസുണ്ടോ? പാർട്ടിക്ക് വേണ്ടി ഒരു ദിവസം ജയിലിൽ എന്തെങ്കിലും ത്യാഗം ഇക്കഴിഞ്ഞ 8 വർഷത്തിനിടയിൽ അൻവർ അനുഭവിച്ചിട്ടില്ല. എന്നാൽ പാർട്ടി സഖാക്കൾ അൻവറിന് വേണ്ടി ത്യാഗം അനുഭവിച്ചിട്ടുണ്ട്, വിയർപ്പൊഴുക്കിയിട്ടുണ്ട്. അൻവറിന് വേണ്ടി സോഷ്യൽ മീഡിയയിലും തെരുവിലും ഒരുപോലെ എതിരാളികളോട് ഏറ്റുമുട്ടിയിട്ടുണ്ട്. പെരുത്ത തറവാടിയുടെ ആത്മാഭിമാന കാഴ്ചകൾ കേരളം കാണാൻ പോകുന്നതേ ഉള്ളൂവെന്നാണ് AA റഹീം കുറിച്ചത്. ഗോവിന്ദ മാഷൊന്ന് ഞൊടിച്ചാൽ കൈയും കാലും വെട്ടുമെന്ന അൻവറിനെതിരെ കൊലവിളി മുദ്രാവാക്യവുമായും CPM ഇറങ്ങിയിട്ടുണ്ട്. CPM മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധ പ്രകടനത്തിൽ PV അൻവറിനെതിരെ ഭീഷണി മുദ്രാവാക്യം. മര്യാദയ്ക്ക് നടന്നില്ലെങ്കിൽ കൈയും കാലും വെട്ടിമുറിക്കുമെന്നാണ് ഭീഷണി. നിലമ്പൂർ ഏരിയ കമ്മിറ്റിയുടെ പ്രകടനത്തിലാണ് കൊലവിളി മുദ്രാവാക്യം. PV അൻവർ എംബോക്കി മര്യാദയ്ക്ക് നടന്നോളൂ, CPM ഒന്ന് പറഞ്ഞാൽ ഗോവിന്ദൻ മാസ്റ്റർ ഒന്ന് ഞൊടിച്ചാൽ
കൈയും കാലും വെട്ടിയെരിഞ്ഞ് ചാലിയാർ പുഴയിൽ കൊണ്ടാക്കുമെന്നാണ് മുദ്രാവാക്യം. പ്രതിഷേധ പ്രകടനത്തിനൊടുവിൽ അൻവറിന്റെ കോലവും കത്തിച്ചു. ചെങ്കൊടി തൊട്ട് കളിക്കേണ്ട എന്ന ബാനറും അൻവറിന്റെ കോലവുമായിട്ടായിരുന്നു നിലമ്പൂർ നഗരത്തിലൂടെ പ്രതിഷേധം. അൻവർ CPM നേതൃത്വത്തിനും മുഖ്യമന്ത്രിക്കുമെതിരെ നടത്തുന്ന ആക്ഷേപങ്ങൾക്കെതിരെ CPM പ്രവർത്തകർ രംഗത്തിറങ്ങണമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ആവശ്യപ്പെട്ടിരുന്നു. ഇതിനിടെ പിണറായി വിജയന് മൂന്നാം മൂഴം ഉണ്ടാകുമോ എന്ന ചോദ്യത്തിന് സൈദ്ധാന്തിക മറുപടിയുമായി ഇറങ്ങിയിരിക്കുകയാണ് MV ഗോവിന്ദൻ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മൂന്നാം ടേമിലേക്കുള്ള യാത്ര ഒഴിച്ചുവെക്കാനാവാത്ത ഒരു അജണ്ടയായി കേരളം കൈകാര്യം ചെയ്യുന്നുവെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ഇത് ഒഴിവാക്കപ്പെടുക എന്നുള്ളതിനെ പറ്റിയാണ് കൃത്യമായി മാധ്യമങ്ങളും പാർട്ടികളും അജണ്ട വെച്ച് ഒരു വികസനവും കേരളത്തിൽ അനുവദിക്കില്ല എന്ന് പറഞ്ഞതെന്നും ഗോവിന്ദൻ കൂട്ടിച്ചേർത്തു. അതേസമയം വിവാദങ്ങൾ പിണറായി വിജയന്റെ മൂന്നാം മൂഴം തടയുന്നതിനുള്ള ശ്രമമാണോ എന്ന ചോദ്യത്തിന് പിണറായി വിജയന്റെ മൂന്നാം മൂഴമാണോ എന്ന് ഞാൻ ഇപ്പോൾ പറയുന്നില്ലെന്നാണ് സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത്. അടുത്ത തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയന്റെ നേതൃത്വത്തിലായിരിക്കുമോ പാർട്ടി മുന്നോട്ട് പോവുക എന്ന് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ മൂർത്തമായ സാഹചര്യത്തിൽ മൂർത്തമായ ചോദ്യം ചോദിക്കുകയും മൂർത്തമായ ഉത്തരം പറയുകയും വേണം. അമൂർത്തമായ രീതിയിൽ ചോദിച്ചാൽ അമൂർത്തമായ ഉത്തരം പറഞ്ഞാൽ അമൂർത്തമായി തെറ്റായിരിക്കുമെന്നായിരുന്നു ഗോവിന്ദന്റെ സൈദ്ധാന്തിക പ്രതികരണം. ADGP RSS നേതാക്കളെ എന്തിനാണ് കണ്ടതെന്ന് ചോദിച്ചപ്പോൾ അന്വേഷിച്ച് വരട്ടെ, എന്തിനാണ് കണ്ടതെന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാതെ ഒരു ഭാഗിക ഉത്തരം പറഞ്ഞാൽ അത് ഭാഗിക സത്യമായിരിക്കും. ഒരു പൂർണ്ണ സത്യമായിക്കോട്ടെ, ഒരു പൂർണ്ണ സത്യമാകുന്നതാണ് നല്ലത്. പാർട്ടിക്ക് ഇവരാരെയും സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വമില്ലെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ FIR ഇടണം. പിണറായി വിജയനെതിരായിട്ട് ഒരു FIR-ഉം ഇല്ല. പിന്നെങ്ങനെയാണ് അറസ്റ്റ് ചെയ്യുക? കള്ളപ്രചാരണമാണ് നടത്തുന്നതെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. റിയാസിനെ വളർത്താനുള്ള സംവിധാനമായി പാർട്ടി മാറിയെന്ന് താൻ പറഞ്ഞിട്ടില്ലെന്ന് ഇതിനിടെ PV അൻവർ MLA-യും വ്യക്തമാക്കി. SFI DYFI സംവിധാനത്തിലൂടെ ഉയർന്നുവന്ന പോലീസിന്റെ അടികൊണ്ട് ജയിലിൽ കിടന്നുവന്ന നേതാവ് തന്നെയാണ് റിയാസ്. അതിൽ തർക്കമൊന്നുമില്ല. മന്ത്രിയാവാനുള്ള യോഗ്യത റിയാസിന് ഇഷ്ടം പോലെയുണ്ട്. പക്ഷേ പാർട്ടിയുടെ സെക്രട്ടേറിയറ്റ് അംഗം കൂടി ആവേണ്ടിയിരുന്നില്ലെന്ന് അദ്ദേഹത്തോട് തന്നെ പറഞ്ഞിട്ടുണ്ട്. സെക്രട്ടേറിയറ്റിൽ വരേണ്ട എത്രയോ മുതിർന്ന നേതാക്കൾ മാറി നിൽക്കുകയാണ്. അത് ശരിയല്ലെന്നത് വ്യക്തിപരമായ നിലപാടായിരുന്നു. അദ്ദേഹത്തോട് തന്നെ സ്നേഹത്തോടെ അത് സൂചിപ്പിച്ചിട്ടുണ്ടെന്നും അൻവർ വ്യക്തമാക്കി. റിയാസിന് വേണ്ടിയാകരുത് പാർട്ടി എന്ന് ഉദ്ദേശിച്ചത് ഇപ്പോൾ താൻ ഉന്നയിച്ച വിഷയങ്ങളുമായി ബന്ധപ്പെട്ടാണ്. അതിൽ തനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ടെന്നും അൻവർ പറഞ്ഞു. കൂരമ്പുകൾ കുറെ കണ്ടതാണ്. സിറ്റിംഗ് ജഡ്ജിയെ കൊണ്ട് സത്യസന്ധരായ ഉദ്യോഗസ്ഥരെ വെച്ച് അന്വേഷിക്കാൻ തയ്യാറുണ്ടോ എന്ന ചോദ്യത്തിന് മറുപടി നൽകാൻ തയ്യാറായിട്ടില്ല. മുഖ്യമന്ത്രി അൻവറിനെതിരെ ഉന്നയിക്കുന്ന ആരോപണങ്ങളും അന്വേഷിക്കട്ടെ. ഇനിയുള്ള മാർഗം ഹൈക്കോടതിയാണ്. പൊതു താൽപര്യ ഹർജി ഫയൽ ചെയ്യുമെന്നും അൻവർ അറിയിച്ചു. പുതിയ പാർട്ടി ഉണ്ടാക്കുക എന്നത് എളുപ്പമുള്ള കാര്യമല്ല. പൊതുസമൂഹത്തോട് കാര്യങ്ങൾ ചർച്ച ചെയ്ത് പ്രതികരണം നോക്കട്ടെ. പിന്തുണയുണ്ടെങ്കിൽ മുന്നോട്ട് പോകും. CPM സ്വതന്ത്രരിൽ ആകെ ഒരു തവണ ബന്ധപ്പെട്ടത് KT ജലീലിന് മാത്രമാണ്. അടുപ്പമുള്ള നേതാക്കളെപ്പോലും കഴിഞ്ഞ ഒരു മാസമായി ഫോണിൽ ബന്ധപ്പെടുന്നില്ല. അവരെ കൂടി ഇതിലേക്ക് വലിച്ചെറിയണ്ടെന്ന് കരുതിയാണിതെന്നും അൻവർ പറഞ്ഞു. CPM ചവറ്റുകുട്ടയിലിട്ട പരാതി നുള്ളിപ്പെറുക്കിയെടുക്കും. ശശിക്കെതിരായി പരാതി പുറത്തുവിടും. തനിക്കെതിരെ രംഗത്തെത്തുന്ന പ്രവർത്തകർക്ക് കാര്യങ്ങൾ ബോധ്യപ്പെടാൻ സമയമെടുക്കും. എല്ലാവർക്കും ചിന്താശേഷിയുണ്ട്. ഒരു മനുഷ്യനെ അടിച്ചമർത്തുന്നതിനും തെറ്റിദ്ധരിപ്പിക്കുന്നതിനും ഒരു കാരണമുണ്ടാകുമെന്നും അൻവർ അഭിപ്രായപ്പെട്ടു. ഏതായാലും കപ്പൽ മുങ്ങാൻ പോകുന്നുവെന്നും ഇനി ഞാൻ തീപ്പന്തം പോലെ കത്തുമെന്നും ഒരാളെയും പേടിക്കാനില്ലെന്ന് പറഞ്ഞ് PV അൻവർ രംഗത്തിറങ്ങിയതോടെ വരും ദിവസങ്ങൾ CPM-ന് വലിയ ചോദ്യങ്ങളുടേതായിരിക്കുമെന്ന് വ്യക്തം. ഏതായാലും അൻവറിനെതിരെ കൂട്ടപ്രതികരണം, പ്രകടനങ്ങൾ കൊണ്ടു നടന്നത് ദേശവിരുദ്ധനെയെന്ന് CPM സമ്മതിച്ചോ എന്ന ചോദ്യങ്ങളുമായി വലതുപക്ഷ മാധ്യമങ്ങളും രംഗത്ത് വന്നിരിക്കുകയാണ്. ഒറ്റുകാരൻ എന്നതടക്കമുള്ള വിശേഷണങ്ങളാണ് പ്രധാനപ്പെട്ട CPM നേതാക്കൾ അൻവറിന് ചാർത്തിക്കൊടുത്തത്. അൻവറിനെ ഇതുവരെ ആഘോഷിച്ചവരാണ് പാർട്ടിക്ക് ദോഷമുണ്ടാക്കിയ സാഹചര്യത്തിന് ഉത്തരവാദികളെന്നാണ് മുൻമന്ത്രി G സുധാകരൻ പ്രതികരിച്ചത്. ജനങ്ങൾ കൂടെയുണ്ടെങ്കിൽ പുതിയ പാർട്ടി രൂപീകരിക്കുമെന്നാണ് അൻവറിന്റെ നിലപാട്. ഈ സംഭവവികാസങ്ങൾക്ക് പിന്നിൽ CPM-ലെ ചില നേതാക്കന്മാർക്ക് പങ്കുണ്ടെന്ന നിരീക്ഷണം ശരിവെക്കുന്ന തരത്തിൽ അൻവറിന് ചില പിന്തുണകളും ഉയർന്നു വന്നിട്ടുണ്ട്. ഇതൊക്കെ വരും ദിവസങ്ങളിൽ ചർച്ചയാകും. റിയാസ് എവിടെ കിടക്കുന്നു, അൻവർ എവിടെ കിടക്കുന്നു, അൻവറിന്റെ വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കണമെന്നാണ് P മോഹനൻ പറയുന്നത്. PV അൻവർ പിച്ചും പേയും വിളിച്ചു പറയുകയാണെന്നാണ് CPM ജില്ലാ സെക്രട്ടറി P മോഹനൻ പറഞ്ഞത്. കഴിഞ്ഞ ദിവസങ്ങളിൽ മലപ്പുറത്തെ CPM നേതാക്കന്മാർ പറഞ്ഞത് അൻവർ പോരാളിയല്ല കോമാളിയാണെന്നാണ്. അൻവറിനെ വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കണമെന്നാണ് ചിലരുടെ അഭിപ്രായം. അൻവറിന് പാർട്ടിയെക്കുറിച്ച് ഒന്നും അറിയില്ലെന്നും പാർട്ടിക്ക് വേണ്ടി സംസാരിക്കാൻ അൻവറിനെ ആരും ചുമതലപ്പെടുത്തിയിട്ടില്ലെന്നും ഒക്കെയാണ് CPM-ന്റെ വിമർശനം. പിണറായി വിജയന്റെ മകളെ വിവാഹം കഴിച്ചതുകൊണ്ട് മന്ത്രിയായ ആളല്ല റിയാസ്. കോഴിക്കോട് കോർപ്പറേഷൻ വാർഡിലേക്കും പാർലമെന്റിലേക്കും റിയാസ് മത്സരിച്ചിട്ടുണ്ട്. റിയാസ് എവിടെ കിടക്കുന്നു, അൻവർ എവിടെ കിടക്കുന്നു? അച്ചാരം വാങ്ങി പുറപ്പെട്ടതാണ് അൻവർ. അച്ചാരം വാങ്ങി പുറപ്പെട്ടവരുടെ അനുഭവം എന്താണെന്ന് ഇടയ്ക്കൊക്കെ ഓർത്താൽ നല്ലത്. വർഗീയ രാഷ്ട്രീയ ശക്തികളുടെ പിൻബലത്തിലാണ് അൻവർ ഉറഞ്ഞു തുള്ളുന്നത്. CPM-ന്റെ രോമത്തിൽ പോലും പോറലേൽപ്പിക്കാൻ ആർക്കും സാധിക്കില്ല. ഏത് വിധേനയും മുഖ്യമന്ത്രിയെയും കുടുംബത്തെയും ആക്രമിക്കുകയാണ് ചിലരുടെ ലക്ഷ്യമെന്നും P മോഹനൻ പറഞ്ഞു.
ഇതിനിടെ അൻവറിന് പിന്നിൽ താനാണെന്നത് കള്ളപ്രചാരണമാണെന്നും ഗൾഫിൽ പോയത് കഴിഞ്ഞ വർഷമെന്നും അവിടെ വെച്ച് കണ്ടിട്ടില്ലെന്നും പി ജയരാജൻ. ഇതിനു പിന്നിൽ ഗൂഢാലോചന ഉണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. പി ശശിക്കെതിരെയുള്ള ആരോപണത്തിൽ പ്രഥമദൃഷ്ട്യാ കഴമ്പില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞാൽ അങ്ങനെ തന്നെയാണെന്ന്. തെളിവുകളെ അടിസ്ഥാനപ്പെടുത്തി ആക്ഷേപിക്കേണ്ട. ശശിക്കെതിരെ തെളിവുകളൊന്നുമില്ലല്ലോ എന്നാണ് ജയരാജന്റെ ചോദ്യം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ ഇടത് സ്ഥാനാർത്ഥി പരാജയപ്പെടാനുള്ള പ്രധാന കാരണം പൂരം കലക്കലാണെന്ന വിവാദത്തിനിടെ CPM സംസ്ഥാന നേതൃത്വം കീഴ്ഘടകങ്ങൾക്ക് അയച്ച രേഖയിൽ ഇതേക്കുറിച്ച് മൗനം. അതേസമയം ക്രിസ്ത്യൻ മത മേധാവികൾക്കെതിരെ ഗുരുതരമായ ആരോപണവും ഉന്നയിക്കുന്നുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഭരിക്കുന്ന ആഭ്യന്തര വകുപ്പിനും ADGPക്കും എതിരെ കടുത്ത ആരോപണങ്ങൾ ഉയരുമ്പോഴാണ് സർക്കാരിന്റെ വീഴ്ചകളെ വെള്ളപൂശാൻ CPM നേതൃത്വത്തിന്റെ ശ്രമമെന്നുള്ള ആക്ഷേപങ്ങൾ ഉയർന്നു വന്നിരിക്കുന്നത്. തൃശൂരിൽ പാർട്ടി വോട്ടുകളിൽ വലിയ ചോർച്ചയുണ്ടായെന്നായിരുന്നു CPMന്റെ തെരഞ്ഞെടുപ്പ് റിവ്യൂ റിപ്പോർട്ടിലെ വിലയിരുത്തലുകളിലൊന്ന്. കോൺഗ്രസിന്റെ വോട്ടും ക്രൈസ്തവരിൽ ഒരു വിഭാഗത്തിന്റെ വോട്ടും ലഭിച്ചത് തൃശൂരിൽ BJPയുടെ വിജയത്തിന് കാരണമായി. ഒരു വിഭാഗം ക്രിസ്ത്യൻ പള്ളി മേധാവികളും BJPക്ക് അനുകൂലമായി നിലപാട് സ്വീകരിച്ചു. BJPയുടെ നീക്കങ്ങൾ മനസ്സിലാക്കി ഇടപെടാനായില്ലെന്ന സ്വയം വിമർശനവും റിവ്യൂ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നു. ഇതിനിടെ ഒക്ടോബർ 2-ന് താൻ പൂർണ്ണ സ്വതന്ത്രനെന്ന് ജലീൽ പ്രഖ്യാപിച്ചതോടെ വീണ്ടും ചോദ്യങ്ങൾ. അജിത് കുമാറിനെതിരെ തനിക്കും പറയാനുണ്ട്. 2-ന് പുസ്തക പ്രകാശന ചടങ്ങിന് ശേഷം പറയുമെന്നാണ് ജലീൽ പറയുന്നത്. എന്തുകൊണ്ടാണ് താൻ പാർലമെന്ററി രാഷ്ട്രീയം വേണ്ടതെന്ന് തീരുമാനിച്ചത് എന്ന് തന്റെ പുതിയ പുസ്തകമായ സ്വർഗസ്ഥനായ ഗാന്ധിജി എന്ന പുസ്തകത്തിലെ അവസാന അധ്യായത്തിൽ പറയുന്നുണ്ട്. ഒക്ടോബർ 2-ന് ഈ പുസ്തകം പ്രകാശനം ചെയ്യും. പ്രകാശന ചടങ്ങിന് ശേഷം താൻ മാനസികമായി സ്വതന്ത്രനാകുമെന്നും അതിനുശേഷം മാധ്യമങ്ങൾക്ക് മുന്നിൽ എത്തുമെന്നും ജലീൽ പറഞ്ഞു. തനിക്ക് ചില കാര്യങ്ങൾ തുറന്നു പറയാനുണ്ടെന്നും അവയാണ് വെളിപ്പെടുത്തുകയെന്നും ജലീൽ പറഞ്ഞതോടെ CPM വീണ്ടും പ്രതിരോധത്തിലായിരിക്കുകയാണ്.